അദാനി ഗ്രൂപ്പ് തലവൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ കൈക്കൂലി വഞ്ചന കുറ്റങ്ങൾ ചുമത്തിയെന്ന വാർത്ത വരുന്നു അമേരിക്കയിൽ നിന്ന്. കരാറുകൾ ലഭിക്കാനായി ഗൗതം അദാനി $265 മില്യൺ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റപത്രത്തിലെ പരാമർശം. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ കൈക്കൂലി വാങ്ങുന്നതാണോ ഏറ്റവും വലിയ കുറ്റം, കൊടുക്കുന്നതാണോ കുറ്റം? ഗുഡ് മോർണിംഗ് എസ് കെ. ഇത് രണ്ടും വലിയ കുറ്റങ്ങളാണ്. അദാനിക്കെതിരെയുള്ള വാർത്തകൾ അല്പസമയം മുമ്പാണ് വന്നത്. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ഗൗതം അദാനിക്കെതിരെയുള്ള ഈ വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അദാനിക്കെതിരെ അമേരിക്കയിൽ ഈ അഴിമതി നടത്തിയതിന്റെ പേരിലുള്ള കുറ്റപത്രമാണ് അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിലെ ഈ ഫെഡറൽ പ്രോസിക്യൂട്ടേഴ്സ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രധാനമായും അഴിമതിയും അതുപോലെ തന്നെ ഗൂഢാലോചന അതുപോലെ വഞ്ചനയും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അദാനിയും സംഘവും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും അദാനിയുടെ ഒരു കമ്പനിയുണ്ട് ഗ്രീൻ എനർജി, ആ കമ്പനിക്ക് വേണ്ടി ലാഭം നല്ല രീതിയിൽ ലഭിക്കുന്ന സോളാർ എനർജി കരാറുകൾ നേടുന്നതിന് $250 മില്യൺ നൽകി എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ പദ്ധതിയെപ്പറ്റി ഡിസ്കഷൻ നടത്തുവാൻ പലപ്പോഴും അദാനി തന്നെ ഈ ഉദ്യോഗസ്ഥരെ കാണാൻ നേരിട്ടെത്തിയതായിട്ടും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. തുടർന്ന് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് അന്താരാഷ്ട്ര നിക്ഷേപകരിൽ നിന്ന് പണം സ്വരൂപിക്കുവാൻ അദാനിയുടെ ഈ ഗ്രീൻ എനർജി വിപുലമായ പദ്ധതി ആസൂത്രണം ചെയ്തെന്നാണ് ബെറോൺ പീസ് US അറ്റോർണി ഇന്ന് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത്. എസ്കെനെ കഴിഞ്ഞയാഴ്ച ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന്റെ പിന്നാലെ അമേരിക്കയിൽ വൻ നിക്ഷേപം പ്രഖ്യാപിച്ച ഒരു വ്യവസായിയാണ് ഗൗതം അദാനി. അമേരിക്കയിലെ അടിസ്ഥാന സൗകര്യം അതുപോലെ ഊർജ്ജ മേഖലയിലുമൊക്കെ $10 ബില്യൺ നിക്ഷേപമാണ് അദാനി പ്രഖ്യാപിച്ചത്. 15,000 പേർക്ക് തൊഴിൽ നൽകുമെന്നും കഴിഞ്ഞ ആഴ്ച ഗൗതം അദാനി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ധനസമാഹരണത്തിന്റെ ഭാഗമായി അദാനിയുടെ ഗ്രീൻ എനർജി US നിക്ഷേപകരിൽ നിന്ന് $175 മില്യൺ ഇതിനോടകം സമാഹരിച്ചത്. ഇത് സംബന്ധിച്ച് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ ഒരു സമാന്തര സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. എസ് കെ നേരത്തെ ചോദിച്ച പോലെ വിദേശ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്നതിൽ അമേരിക്കയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കമ്പനികളെ വിലക്കുന്ന ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് ലംഘിക്കുവാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അദാനിയുടെ ഈ പേരിലുള്ള പ്രധാന കുറ്റങ്ങളിൽ ഒന്ന്. 2020-നും 2024-നും ഇടയിൽ $2 ബില്യൺ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിനാണ് ഇത്രയധികം പണം നൽകിയത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഗൗതം അദാനി അവിടെ വഞ്ചനാ കുറ്റത്തിൽ ആരോപിക്കപ്പെട്ട് കേസെടുത്തിരിക്കുന്നു എന്നാണ് വിവരം. അബ്ദുള്ള എ കെ 24 അവേഴ്സും 24 കാണുന്ന എന്നെ ഒന്ന് പരിഗണിച്ചിരിക്കുന്നു, യാതൊരു കുഴപ്പമില്ല. രതീഷ് ബാബു ചോദിക്കുന്നു, മണിപ്പൂർ റിപ്പോർട്ടിംഗ് സഹായികൾ മുഖം മറച്ചത് എന്തിന്? അനുയായി ഇൻ്റർനെറ്റ് ഇല്ലാതെ ഫോണിൽ വിളിച്ചത് എങ്ങനെ? ഏത് മാർഗത്തിൽ? ഇന്നത്തെ റിപ്പോർട്ടിംഗ് എവിടെ വെച്ച്? ഈ ഉത്തരം കൃത്യമെങ്കിൽ വിനീതയ്ക്ക് ബിഗ് സല്യൂ. എൻ്റെ ചേട്ടാ, ഇവിടെ ഇരുന്ന് ഈ സന്ദേശം കുറിക്കുന്ന പോലെയാണ് മണിപ്പൂരിലെ ഒരു ഒളിത്താവളത്തിൽ പോയി ഈ മെയ്തേയ് പോലുള്ളൊരു ഗോത്രവർഗത്തിൻ്റെ തലവനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആളുകളെ അണ്ടർറേറ്റ് ചെയ്ത് കളയരുത്.